ഹൈ ഫ്രണ്ട്സ്, ഷിബി ടെക് ടിപ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നൂടി വ്യക്തമാക്കി പറഞ്ഞു തരാം. അതിനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ ഞാനൊരു ചാറ്റ്സിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ഞാൻ ദാനിഷ് എന്നുള്ള ഒരാളുടെ ചാറ്റ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പേരും പ്രൊഫൈലും ലാസ്റ്റ് സീനൊക്കെ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവരുടെ മുഴുവൻ ഇൻഫോകളും ഇവിടുന്ന് ലഭിക്കും. അദ്ദേഹം കൊടുത്ത നെയിമും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ നമ്മളതും ആരെടുത്ത് നോക്കിയാലും പിന്നെ അവർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു നമ്പർ കാണാതിരിക്കാൻ വേണ്ടി ചെയ്യാനുള്ളൊരു ടിപ്പാണെന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന മുഴുവൻ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നേരെ നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകൾ ഭാഗത്തായിട്ട് വലത്തെ ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 3 ഡോട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനായിട്ടും നമുക്ക് ഫസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്നും ഫസ്റ്റ് ഓപ്ഷനായി പ്രൈവസി എന്നുള്ള ഓപ്ഷൻ, അതും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് സീന്, പ്രൊഫൈൽ ഫോട്ടോ, എബൌട്ട്. അവിടെ മൂന്നാമത്തെ ഓപ്ഷനായ എബൌട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടാകുക എവ്രിവൺ എന്നായിരിക്കും. അവർ നമ്മോട് ചാറ്റ് ചെയ്യാൻ വരും. അപ്പോൾ അവർക്ക് നമ്മുടെ നമ്പർ ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫോ നമ്പർക്ക് നോക്കിയാൽ അവർക്ക് നമ്മുടെ നമ്പർ ലഭിക്കുമല്ലോ. അപ്പോൾ ആ ഒരു നമ്പർ ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാം ഇവിടെ ചെയ്യേണ്ടത് നോബഡി കൊടുത്തു കഴിഞ്ഞാൽ ആരും തന്നെ നമ്മുടെ നമ്പറൊന്നും ആരും കാണുകയില്ല. ഇനി മൈ കോൺടാക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്ട്സിന് മാത്രമേ നമ്മുടെ ഈ ഒരു എബൌട്ട് കാണാൻ സാധിക്കൂ, അഥവാ നമ്പറൊക്കെ കാണാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് നോബഡി കൊടുത്തു കഴിഞ്ഞാൽ ആരും നമ്മുടെ മൊബൈൽ നമ്പർ കാണുകയില്ല. പലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ നമ്പറിൽ ചില സമയത്തൊക്കെ പലപ്പോഴും നമ്മുടെ നമ്പറിൽ വിളിച്ച് ബുദ്ധിമുട്ടാക്കാറൊക്കെ ഉണ്ടല്ലോ. ഈ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.